സർക്കാരിനെ വെല്ലുവിളിക്കാൻ സപ്ലൈകോ കരാറുകാരെ അനുവദിക്കില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സപ്ലൈകോയ്ക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പുമായി ഭിന്നതയില്ലെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പുകളുടെ പദ്ധതി വിഹിതം പുനഃക്രമീകരണം നടത്തുമ്പോൾ എത്ര തുക ലഭിക്കുമെന്ന് കണക്കാക്കിയിട്ടില്ല. സേവനങ്ങളുടെ ഫീസ് പരിഷ്കരണം വലിയ വർധനവാകില്ലെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലായി നീക്കിവച്ചിരിക്കുന്ന ബജറ്റ് വിഹിതം 205 കോടി രൂപയാണ്. അതിൽ നിന്നാണ് 100 കോടി രൂപ അനുവദിച്ചത്. ഇക്കാര്യത്തിൽ ഭിന്നതയില്ലെന്നും ഭക്ഷ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. മാവേലി സ്റ്റോറുകളിൽ സാധന ദൗർലഭ്യമില്ലെന്നും മന്ത്രി അവകാശപ്പെട്ടു. 1-2 സാധനങ്ങൾ സപ്ലയേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം കൃത്യമായി പണം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊന്നും ഒരു കച്ചവടക്കാരും സപ്ലൈകോ അല്ല ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെയും വെല്ലുവിളിക്കാൻ നിന്നാലൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. സർക്കാരിന്റെ മുൻഗണനാക്രമം മാറുന്നതിന്റെ ഭാഗമായി വകുപ്പുകളുടെ പദ്ധതി വിഹിതം പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച സമിതി പരിശോധന നടത്തുന്നേയുള്ളൂ. സർക്കാർ സേവനങ്ങളുടെ ഫീസിൽ കാലാനുസൃതമായ പരിഷ്കാരമാണ് വരുത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 100 കണക്കിന് ചെറിയ ഫീസുകളുള്ള സ്ഥലമുണ്ട്. അതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതൊന്നും വലിയ തുക അങ്ങ് വരുന്ന ബാധ്യത അല്ലെങ്കിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. എന്നാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കാലോചിതമായ സംവിധാനങ്ങൾ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണെന്ന് വിമർശനം വരുമ്പോഴും സർക്കാരിന്റെ ചെലവ് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ഗണ്യമായി വർദ്ധിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു വർഷം 1,20,000 കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് 1,60,000 കോടി രൂപയാണെന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.